ജയിൽ ചാട്ടം തനിച്ച് നടപ്പാക്കിയതെന്നാണ് ഗോവിന്ദചാമിയുടെ പ്രാഥമിക മൊഴി. SP ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്യൽ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഒട്ടും വിശ്വസിക്കാനാകുന്ന വിവരങ്ങളല്ല ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും പുറത്തു വരുന്നത്. നോക്കൂ, ആരോഗ്യവാനാണ് എന്നുള്ളത് ആ വ്യക്തിയുടെ ശാരീരിക ഒരവസ്ഥ പ്രകൃതി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ചോറൊഴിവാക്കി ചപ്പാത്തി കഴിച്ച് ശരീരഭാഗം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ആരോഗ്യ ദൃഢകാർത്തനായി കാണുന്നുണ്ട്. ഒരു കൈ ഇല്ല എങ്കിൽ പോലും ഈ ആളുകളെ വെല്ലുവിളിക്കുന്നതിലൂടെ തന്നെ ഗോവിന്ദചാമിയുടെ ഒരു മെന്റാലിറ്റിയും വ്യക്തമാകുന്നുണ്ട്. ഒരു കൊടും ക്രിമിനലാണ്. പക്ഷേ ഒരു സഹായവും കിട്ടിയിട്ടില്ല തനിക്ക് എന്നുള്ളതിനെ പോലീസ് അപ്പാടെ അങ്ങ് വിഴുങ്ങുമോ? ബിനിൽ, ഒരിക്കലുമില്ല. പോലീസ് അങ്ങനെ ആ മൊഴിയെ കാര്യമായി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്രയും സമയം പോലീസ് ചോദിച്ചപ്പോഴും തനിക്ക് ആരുടെയും സഹായം കിട്ടിയില്ല, ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നാണ് ഗോവിന്ദചാമി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യൽ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. പോലീസിന്റെ പ്രത്യേക ചോദ്യം ചെയ്യൽ റൂമിലേക്ക് ഇപ്പോൾ ഗോവിന്ദചാമി എത്തിച്ച് അവിടെ നിന്ന് ചോദ്യം ചെയ്യുകയാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും ഒപ്പം തന്നെ ACP പ്രദീപൻ കണ്ണിപ്പോയിലും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ അത് എന്തായാലും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. മാത്രമല്ല, ഈ സാഹചര്യമൊക്കെ വിലയിരുത്തിയാൽ ബിനിലി പറഞ്ഞതുപോലെ പോലീസിനും ആ മൊഴി അങ്ങനെ വിശ്വസിക്കാനൊന്നും കഴിയില്ല. കാരണം ഇയാളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്തായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് നേരത്തെ നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ അത്രത്തോളം സുരക്ഷിതമായി ജയിലിനുള്ളിലെ ജയിലാണ് 10ാം ബ്ലോക്ക്. ആ 10ാം ബ്ലോക്കിലെ B എന്ന് പറയുന്ന ബ്ലോക്ക്, അതിലെ സെല്ലിൻ്റെ ഒരു കമ്പി ഇയാൾ മുറിച്ച് മാറ്റുകയാണ്. അത് ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ ഒരുപക്ഷെ ഒരാഴ്ചത്തെയോ പരിശ്രമമായിരുന്നില്ല അയാൾ അതിനുവേണ്ടി നടത്തിയത്. ഈ കമ്പി കുറച്ചായി ഈ എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുകയായിരുന്നു. ആ മുറിക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഇയാൾ നൂല് ഉപയോഗിച്ചും മറ്റും അത് കവർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സെല്ലിൻ്റെ താഴെ ഭാഗത്താണ് ഈ കമ്പി മുറിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ ഈ എലി ഉൾപ്പെടെയുള്ളവ താഴേക്ക് കയറാതിരിക്കാൻ വേണ്ടി നൂല് കെട്ടിവെച്ചതാണ് അല്ലെങ്കിൽ തുണി കെട്ടിവെച്ചതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ കമ്പി മുറിക്കുന്ന പ്രക്രിയ ഇയാൾ പൂർത്തിയാക്കുന്നു. അതോടുകൂടി ഈ ഒറ്റ ഒരു കമ്പിയാണ് മുറിച്ച് നീക്കിയത് ഇയാൾ. അപ്പോൾ കൃത്യമായി ഇയാൾ തൻ്റെ ശരീരം ആ ഒരു കമ്പി മുറിച്ച് മാറ്റി അത് ഒടിച്ചു കഴിഞ്ഞാൽ തനിക്ക് പുറത്തു പോകാവുന്ന രീതിയിലേക്ക് തൻ്റെ ശരീരം കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ ഭക്ഷണ ക്രമീകരണമൊക്കെ നടത്തി നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിൽ നിന്ന് മാറ്റം വരുത്തിയത്. അങ്ങനെ ഇയാൾ പുറത്ത് ചാടുന്നു. പുറത്ത് ചാടിയതിന് ശേഷം ഈ തടവുകാർക്ക് അലക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെയായി നിർമ്മിച്ച ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ അതിൻ്റെ ഭിത്തിയിൽ അതിന് മുകളിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെയാണ് ക്വാറന്റൈൻ ബ്ലോക്കിലേക്ക് എത്തുന്നത്. അവിടെ എത്തി ഒരു പ്ലാസ്റ്റിക് ഡ്രം എടുത്ത് വെച്ച് അതിന് മുകളിൽ കയറിയാണ് ഈ ഏറ്റവും പുറത്തെ മതിലിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ തൂണിൽ ഈ തുണി കൊണ്ടുള്ള ഉണ്ടാക്കിയ കയർ പോലെ ഉള്ള ഈ വസ്തു കെട്ടിവെക്കുന്നത്. ആ കയറാവട്ടെ ഇയാൾക്ക് കൃത്യമായ അകലത്തിൽ കാൽ ചവിട്ടി മുകളിലേക്ക് കയറാനുള്ള രീതിയിൽ തയ്യാറാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുള്ള തുണി ഇയാൾ ശേഖരിച്ചത് നേരത്തെ സഹതടവുകാരായിരുന്ന ജയിൽ മോചിതരായി പോയിരുന്ന ആളുകളുടെ തുണികൾ ശേഖരിച്ച് വയ്ക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഇയാൾ ഇത് നടത്തിയത് എന്നതും ഒപ്പം തന്നെ ഇയാളുടെ ക്രിമിനൽ മൈൻഡ് ഇപ്പോഴും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ഇയാൾ ഈ മതിൽ ചാടുന്നു, പുറത്തേക്ക് എത്തുന്നു. പുറത്തേക്ക് എത്തിയതിന് ശേഷം ഇയാൾ ഈ AKG ജംഗ്ഷനിൽ വന്ന് പിന്നീട് SPCA റോഡിലേക്ക് കയറി കണ്ണൂർ DCC ഓഫീസിന് സമീപത്ത് എത്തുമ്പോഴാണ് അവിടെ വെച്ച ഒരാൾ ഇയാളെ കാണുന്നത്. ഈ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. മാത്രമല്ല, ഈ ജയിലിനോട് ചേർന്ന ഭാഗങ്ങളിലും ഒപ്പം വിവിധ ജില്ലകളിൽ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ പരിശോധന നടത്തുന്ന സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരാളെ ഏകദേശം രൂപസാദൃശ്യമുള്ള ഒരാളെ കാണുന്നത്. ഈ കാണുന്ന സമയത്ത് തലയിൽ ഒരു കെട്ട് വെച്ച് ആ കെട്ടിനകത്തേക്ക് 2 കൈയും കയറ്റി വെച്ചായിരുന്നു ഇയാൾ നടക്കുന്നുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഒരു സംശയം തോന്നുന്നു ആ രൂപം കണ്ടിട്ട്. അങ്ങനെ ഗോവിന്ദചാമി എന്ന് വിളിക്കുന്നതോടുകൂടി ഇയാൾ പരിഭ്രമിച്ച് സമീപത്ത് കണ്ട ഇടവഴിയിലേക്ക് ഓടുകയാണ്. ആ ഇടവഴി പക്ഷേ ചെന്നെത്തിയത് അവിടെ നിർമ്മാണം നടക്കുന്ന ഒരു വീടിൻ്റെ സ്ഥലത്താണ്. അവിടെ ജോലി ചെയ്യുന്ന ആളും ഇയാളെ കാണുന്നു. പിന്നാലെ അവിടുത്തെ മതിലും ചാടിക്കടന്ന് ഇയാൾ തൊട്ട് പിന്നിലെ കാട് പിടിച്ച മേഖലയിലേക്ക് മാറുകയാണ്. അവിടേക്ക് ഇയാൾ മാറുന്നതോടുകൂടി വിവരം ലഭിച്ച പോലീസ്, ഡോഗ് സ്ക്വാഡ്, നാട്ടുകാർ എല്ലാം തന്നെ ആ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഇയാൾ സമീപത്തെ കിണറ്റിലേക്ക് ഇറങ്ങി പടവിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അവിടെ നോക്കിയപ്പോൾ നേരത്തെ ഒക്കെ നമ്മളോട് സംസാരിച്ച ഉണ്ണി എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ആദ്യം അവിടെ നോക്കിയിരുന്നു. പക്ഷെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് നോക്കുമ്പോഴാണ് ഇയാളെ കാണുന്നത്. ആ സമയത്ത് ഗോവിന്ദചാമി കൊല്ലുമെന്ന് ഉണ്ണിയെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഉണ്ണി പറയുന്നത്. അങ്ങനെ ഉണ്ണി ബഹളം വെക്കുന്നതോടുകൂടി നാട്ടുകാരും പോലീസും എല്ലാം അവിടെ. പ്രധാനപ്പെട്ട കാര്യം, ആ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. മാത്രമല്ല, പോലീസ് പിടികൂടുമ്പോൾ നോക്കൂ, പോലീസിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കിണറ്റിൽ നിന്ന് പിടിച്ചുയർത്തുമ്പോൾ അപ്പോൾ നിശ്ചയമായും ഗോവിന്ദചാമിയുടെ ഭീഷണി
മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ടാകും ജയിലിനുള്ളിൽ എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ വ്യക്തി ജയിൽ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് തന്റെ അടുക്കിലേക്ക് വരുന്നതിനെ മാറ്റുന്നതിന് വേണ്ടി സ്വന്തം വിസർജ്യം എടുത്തെറിയുമായിരുന്നു എന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഗോവിന്ദചാമിയോടൊപ്പം സെല്ലിൽ ഉണ്ടായിരുന്ന തടവുകാരൻ ആരാണ്? അയാൾ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലേ? ബിനിൽ, ഈ 10B എന്ന് പറയുന്ന ഈ ബ്ലോക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മാനസിക രോഗികളായ ആളുകൾ, അല്ലെങ്കിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അത്രത്തോളം വലിയ ക്രൂരകൃത്യം ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ളവരാണ് അവിടെ താമസിപ്പിക്കുന്നത്. ഈ ഗോവിന്ദചാമിക്കൊപ്പം ഈ 10B എന്ന് പറയുന്ന ബ്ലോക്കിലെ സെല്ലിൽ ഉണ്ടായിരുന്നത് മാനസിക അസ്വസ്ഥത്തിന് ചികിത്സയിലുള്ള ഒരു തടവുകാരനാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് അയാളുടെ മൊഴി പോലീസ് എടുത്തപ്പോൾ താൻ ഉറങ്ങുകയായിരുന്നു ആ സമയത്ത് എന്നാണ് പറഞ്ഞതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കഴിയുന്നത് ഈ ബിനിൽ പറഞ്ഞ ഈ ഒരു സംശയം സ്വാഭാവികമായും ഉണ്ട്. കാരണം ഇത്തരം തടവുകാരാണ് അവിടെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജയിൽ വാർഡന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് ചുമതലയുണ്ടെങ്കിൽ പോലും ഈ ഭാഗത്തേക്ക് അധികം തിരിഞ്ഞു നോക്കാറില്ല, അത് വലിയ ശ്രദ്ധ അവിടെ കൊടുക്കാറില്ല എന്നൊരു കാര്യമാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരവിടെ സുരക്ഷിതരാണെന്നൊരു ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അവർ അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല എന്നൊരു ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു സാധ്യത കുറവാണ്. അങ്ങനെ ഒരു പതിവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഈ CCTV സംവിധാനം ഉൾപ്പെടെ ഉള്ളപ്പോഴും അത് മോണിറ്റർ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമായിരുന്നില്ല. ഇയാളെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ദൃശ്യങ്ങൾ പരിശോധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ജയിലിൻ്റെ ഏറ്റവും പുറമെ, അതായത് ഈ അകത്ത് ഒരു മതിലുണ്ട്, ആ മതിൽ കടന്ന് ഇയാൾ വരുന്നു, പിന്നീട് ഇത്രയും വലിയ മതിലിന് മുകളിൽ കയറുന്നു. അപ്പോഴും ഈ അവിടെയുള്ള ഇലക്ട്രിക് ഫെൻസിങ് ഈ തടവുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചാടിപ്പോകാതിരിക്കാനുള്ള ഏറ്റവും അവസാനത്തെ സുരക്ഷിത മാർഗമാണ്. അതുപോലും ഇയാൾക്ക് മറികടക്കാൻ സാധിക്കുന്നു. ആ ഫെൻസിങ്ങിൽ കുറച്ച് കാലമായി വൈദ്യുതി പ്രവാഹം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ജയിലിൻ്റെ മതിലിനോട് ചേർന്ന ഭാഗത്തെ CCTV ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരാശ്വാസമുള്ള കാര്യം, ഇയാൾ ഓടിപ്പോയി മറ്റൊരു കൃത്യം ചെയ്തു. കാരണം ഈ ഗോവിന്ദചാമിയുടെ നേരത്തെയുള്ള ഹിസ്റ്ററിയും, അല്ലെങ്കിൽ അയാൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മൊഴികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ വീണ്ടും ഒരു ക്രൂരകൃത്യം ചെയ്യാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. ഇങ്ങനെ പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ ഇയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ തലവേദനയായി മാറുമായിരുന്നു. ആ തലവേദന ഒഴിഞ്ഞു എന്നൊരാശ്വാസം മാത്രമാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ ജയിൽ വകുപ്പിൻ്റെ ഭാഗത്ത് ഈ ജയിലിൽ എന്താണ് വീഴ്ച പറ്റിയത് എന്നത് സംബന്ധിച്ച അന്വേഷണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഈ ഗോവിന്ദചാമിയിൽ നിന്ന് വിശദമായി തന്നെ ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ പുറത്തേക്ക് കടന്നത്, അതിനുശേഷം എന്തായിരുന്നു പ്ലാൻ, പ്രത്യേകിച്ചും അതുകൂടി പോലീസിനെ പരിശോധിക്കേണ്ടതായിട്ടുണ്ടാകും. കാരണം എന്തായിരുന്നു ഇയാൾ ഈ ജയിൽ ചാട്ടത്തിലൂടെ പ്ലാൻ ചെയ്തിരുന്നത് എന്ന കാര്യം അതിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നേരത്തെ 2 തവണ പ്രാഥമികമായ രീതിയിൽ ചോദ്യം ചെയ്തെങ്കിലും ഗോവിന്ദചാമിയിൽ കാര്യമായ രീതിയിൽ സഹകരിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരുടെയും സഹായം കിട്ടിയില്ല തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഏതായാലും പോലീസ് ആ ചോദ്യം ചെയ്യൽ അതിൻ്റെ ഒരു സ്വഭാവം മാറ്റുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പ്രത്യേക ചോദ്യം ചെയ്യൽ റൂമിലേക്ക് കൊണ്ടുവന്ന കമ്മീഷണറും ACPയും എല്ലാം തന്നെ ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിക്കൊണ്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ശരി, ഇപ്പോൾ പോലീസിന്റെ ഇന്ററോഗേഷൻ തുടരുകയാണ്. ഇപ്പോൾ SP ഓഫീസിലെ ചോദ്യം ചെയ്യൽ റൂമിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റിയിരിക്കുകയാണ്. നോക്കൂ, ഹോളിവുഡ് സിനിമകളിൽ ഉൾപ്പെടെ കാണുന്നതിനെ, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയാണ് കേരളത്തെ ഞെട്ടിച്ചിട്ടുള്ള സൗമ്യ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള, അല്ലെങ്കിൽ പ്രതിയല്ല കുറ്റവാളി എന്ന് കോടതി കണ്ട് ശിക്ഷിച്ചിട്ടുള്ള ഒരു കൊടും ക്രിമിനൽ ഇപ്പോൾ ജയിൽ ചാടിയിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ്. ജയിൽ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടതായി. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.